ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യ കലി കലി അക്കേലി എന്ന വെബ് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഇതിന്റെ മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ബോധം നഷ്ടപ്പെട്ട നായകനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന പൂർവയെയാണ് കാണിക്കുന്നത്. നായകന് ബോധം തിരിച്ചു കിട്ടിയ ഉടൻ തന്നെ പൂർവ നായകൻ ബോധം കെട്ടത് കൊണ്ട് തനിക്ക് വളരെയധികം വിഷമമായെന്നും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം ആരെങ്കിലും നായകനെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ തനിക്ക് അവരെ കൊന്നുകളയാനുള്ള ദേഷ്യം പോലും ഉണ്ടാവാറുണ്ടെന്ന് നായകനോട് തുറന്നു പറയുന്നു. പൂർവ നായകനോട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നായകന്റെ കുടുംബക്കാരെല്ലാം കേൾക്കുന്ന കൂട്ടത്തിൽ ആ മുറിയുടെ തൊട്ടപ്പുറത്തിരുന്ന് ശീക്കയും കേൾക്കാൻ വേണ്ടി ഇടയാവുന്നു. പൂർവയുടെ ഈ സംസാരത്തിൽ നിന്നും തന്നെ ആ വീട്ടിലുള്ള എല്ലാവർക്കും അവൾക്ക് നായകനെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. പൂർവ അവരുടെ വീട്ടിൽ നിന്നും പോയ ഉടൻ തന്നെ നായകന്റെ സുഹൃത്തായിട്ടുള്ള ഗോൾഡൻ നിന്റെ ബീഹാറിലുള്ള സ്റ്റീൽ കമ്പനിയിൽ നിന്നുള്ള ലെറ്റർ റിജക്ട് ചെയ്തു പോയി എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കച്ചിത് അന്ന് രാത്രി പൂർവയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് കാണിക്കുന്നത്. പൂർവയുടെ അച്ഛൻ അവിടുത്തെ മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒരുപാടധികം VIP-കളെല്ലാം ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരുന്നു. പൂർവ തന്റെ അച്ഛന്റെ കൂടെ ഇരുന്ന് ഫംഗ്ഷൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം സെക്യൂരിറ്റി ഓഫീസേഴ്സ് നായകൻ പുറത്തു വന്ന് പൂർവയെ അന്വേഷിക്കുന്നുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. നായകനെ പറ്റി കേട്ടതും പൂർവ വളരെയധികം സന്തോഷത്തിൽ ആ സെക്യൂരിറ്റി ഓഫീസേഴ്സിനോട് നായകനെ ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. പൂർവ നായകനോട് ഈ രാത്രി എന്തിനാണ് തന്നെ കാണാൻ വന്നത് എന്ന കാര്യമെല്ലാം തിരക്കുന്നു. നായകൻ പൂർവയോട് തനിക്ക് പൂർവയുടെ സുംബ ക്ലാസ് എല്ലാം നോക്കി നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ നിൽക്കാൻ വേണ്ടി താല്പര്യമില്ലെന്നും തനിക്ക് ലണ്ടനിൽ പോയി സെറ്റിൽ ആവാനാണ് താല്പര്യമെന്നുമെല്ലാം പൂർവയുടെ മുഖത്തേക്ക് ഷൗട്ട് ചെയ്തുകൊണ്ട് പറയുന്നു. നായകന്റെ ഈ പെരുമാറ്റം പൂർവയുടെ മനസ്സിൽ വളരെയധികം വിഷമമെല്ലാം ഉണ്ടാക്കുന്നു. നായകൻ അവളോട് യാത്രയെല്ലാം പറഞ്ഞ ശേഷം അവിടെ നിന്ന് നേരെ ഷീക്കയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൻ ഷീക്കയോട് താൻ പൂർവയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുവെന്നും ഇനി പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്ക് രണ്ടുപേർക്കും കൂടി അവരുടെ ഇഷ്ടത്തിന് പുറത്തുപോയി ജീവിക്കാമെന്ന് ഷീക്കയോട് പറയുന്നു. ഇതേസമയം CMഉം അയാളുടെ മകനും പൂർവയുടെ മുഖത്തുള്ള സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടത് കണ്ട് CM പൂർവയോട് അവരുടെ പ്രശ്നം എന്താണ് എന്ന കാര്യമെല്ലാം തിരക്കുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഉടൻ തന്നെ CM തന്റെ ആൾക്കാരെ വിട്ടുകൊണ്ട് തന്റെ മകളെ വിഷമിപ്പിച്ച ദേഷ്യത്തിൽ നായകന്റെ വീട്ടിലേക്കുള്ള കരണ്ടും വെള്ളവുമെല്ലാം കട്ട് ചെയ്ത് കളയുന്നു. എന്നാൽ നായകന് കട്ട് ചെയ്ത് CM ആണ് എന്ന് മനസ്സിലാവാതെ അവൻ എല്ലാ ഓഫീസുകളിലും ചെന്ന് പരാതികളെല്ലാം കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ എത്രയൊക്കെ പരാതി കൊടുത്തിട്ടും നായകന്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ പോലും ആവുന്നില്ല. വേറെ ഒരു നിവർത്തി പോലുമില്ലാതെ നായകൻ നേരെ പൂർവയുടെ സൂംബ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. അവൻ പൂർവയോട് തന്റെ പ്രശ്നങ്ങളെ പറ്റിയെല്ലാം കാര്യമായി തന്നെ പറയുന്നു. പൂർവ ഉടൻ തന്നെ എല്ലാ ഓഫീസുകളിലേക്കും കോൾ ചെയ്തുകൊണ്ട് നായകന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നു. ഇതറിഞ്ഞതും നായകന്റെ വീട്ടുകാർക്ക് പൂർവയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. നായകന് തനിക്ക് ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പൂർവയെ സൈഡാക്കാതെ ഒരു നിവർത്തിയുമില്ല എന്ന കാര്യമെല്ലാം ബോധ്യമാവുന്നു. അന്ന് രാത്രി വീട്ടിൽ ന്യൂസ് എല്ലാം കണ്ടുകൊണ്ടിരുന്ന നായകൻ ന്യൂസിൽ CM കൊലപ്പെടുത്തിയ ആ DYSPയെ പറ്റി പറയുന്നത് കേട്ട് നായകന്റെ മനസ്സിൽ ഒരു ഐഡിയ എല്ലാം ഉദിക്കുന്നു. അവൻ പിറ്റേ ദിവസം തന്നെ അന്ന് നായകനും CMന്റെ ആൾക്കാരും കൂടി ആ ബോഡിയെല്ലാം ഡിസ്പോസ് ചെയ്ത സ്ഥലങ്ങളുടെ ഫോട്ടോസ് എല്ലാം എടുത്ത ശേഷം അത് രഹസ്യമായി ഒരു ന്യൂസ് റിപ്പോർട്ടർക്ക് ഹാൻഡ് ഓവർ എല്ലാം ചെയ്യുന്നു. വാർത്ത പുറത്തു വന്നതും CMഉം ഈ കാര്യത്തെ പറ്റിയെല്ലാം മനസ്സിലാകുന്നു. ആ സമയം CMന്റെ മകൻ ഇത് നായകനാണ് ചെയ്യാൻ വേണ്ടി സാധ്യത എന്ന കാര്യമെല്ലാം CMനോട് പറയുന്നു. അയാൾ ഉടൻ തന്നെ തന്റെ ആൾക്കാരോട് നായകനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. CMന്റെ ആൾക്കാർ തന്നെ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയം തന്നെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യമെല്ലാം നായകന് മനസ്സിലാവുന്നു. നായകൻ പേടിച്ചുകൊണ്ട് ആ ഗുണ്ടകളുടെ നടുക്ക് നിൽക്കുന്ന സമയം നായകന്റെ അച്ഛൻ വളരെയധികം സന്തോഷത്തോടെ നിന്റെയും പൂർവയുടെയും കൂടിയുള്ള കല്യാണമെല്ലാം നടത്താൻ പോവുകയാണെന്ന് നായകനോട് സന്തോഷത്തോടെ പറയുന്നു. ഇതറിഞ്ഞതും താൻ ചെയ്തത് വെറുതെ ആയി പോയല്ലോ എന്നോർത്ത് നായകന് വളരെയധികം വിഷമമെല്ലാം ആവുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.